നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര, പാലക്കാട് ജില്ലാ കളക്ടറാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെ മാറിയിട്ടുണ്ട്. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതിയും സ്ട്രെസ്സ് നിറഞ്ഞ ജീവിതശൈലിയുമൊക്കെ കാരണം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വളരെയധികം കൂടിയിരിക്കുന്നു. പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നന്നായിട്ട് തന്നെ പ്രതിരോധിക്കുകയും പകർച്ചവ്യാധികളുടെ എണ്ണം കാര്യമായിട്ട് കുറച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതശൈലി രോഗങ്ങളാണ് നമുക്കിപ്പോൾ ഒരു ചലഞ്ചായിട്ട് മാറിയിരിക്കുന്നത്. ജനസംഖ്യയുടെ ഏതാണ്ട് 40% പേർ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ മുതലായ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കേണ്ട, അതിനുള്ള നടപടികൾ എടുക്കേണ്ട സമയമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ശൈലി എന്ന പേരിൽ ഒരു സർവേ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. ചിലപ്പോൾ കുടുംബ പാരമ്പര്യവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ അസസ് ചെയ്താൽ നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഉണ്ടോ എന്ന് കണ്ടെത്താനാവും. അപ്പോൾ അതിനുള്ള ഒരു സർവേ ഇപ്പോൾ നടന്നു വരികയാണ്. ആശാപ്രവർത്തകരാണ് ഓരോ കുടുംബങ്ങളിലും എത്തി ഈ സർവേ നടത്തുന്നത്. ആശാപ്രവർത്തകരുടെ ഏതാനും ചില ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരങ്ങൾ നൽകുക. അത് അസസ് ചെയ്തതിന് ശേഷം അതിന് സാധ്യത, ജീവിതശൈലി രോഗങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളത് ആർക്കൊക്കെയാണ് എന്ന് കണ്ടെത്തി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അതിൻ്റെ സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രോഗം കണ്ടെത്തുന്നവരെ അതിനാവശ്യമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പൊതുജന ആരോഗ്യ രംഗം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെയധികം മുമ്പോട്ട് പോയ ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ പൊതുജനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി വിജയകരമായിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടെത്തിയാൽ ആ രോഗം ഒരുപാട് പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ചെറിയ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള മരുന്നുകളും ഉപയോഗിക്കുന്നതിലൂടെയും ഒരുപാട് കോംപ്ലിക്കേഷൻസ്, മരണം അടക്കമുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് തടയാനാവും എന്നുള്ളതാണ് ഈ രോഗങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അതിന് ആരോഗ്യ വകുപ്പിനോടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം നിങ്ങൾ സഹകരിക്കുക. വീടുകളിലെത്തുന്ന ആശാപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ നൽകുക. നന്ദി.